പേട്ടയാണ് എനിക്ക് തോന്നുന്നു കാർത്തിക് സുബരാജിന്റെ ഒരു പീക്ക് ലെവൽ തിയേറ്റർ എക്സ്പീരിയൻസ് തന്ന പടം. അത് കഴിഞ്ഞിട്ട് മഹാൻ തിയേറ്ററിൽ ഇറക്കാതെ മഹാഭാവി പ്രൊഡ്യൂസർ കൊണ്ടുപോയിട്ട് അത് OTTക്കും കൊടുത്ത് കോബ്ര കൊണ്ടുപോയിട്ട് തിയേറ്ററിൽ ഇറക്കി. ഇല്ലെങ്കിൽ അത് വേറൊരു ലെവൽ എക്സ്പീരിയൻസ് ആയെന്നെ. അതിന്റെ അടുത്തൊന്നും ഈ പടം വന്നതായിട്ട് പേഴ്സണലി എനിക്ക് തോന്നിയില്ല. റെട്രോ നടിപ്പിൻ നായകൻ സൂര്യയുടെ റെട്രോ 2025 തമിഴത്തെ വൺ ഓഫ് ദ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് പടങ്ങൾ എന്ന് പറയുന്നേക്കാളും മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് പടം ഓഫ് തമിഴ് തന്നെയാണ് റെട്രോ. കാരണം കാർത്തിക് സുബരാജ്. സോ യൂഷ്വലി നമുക്ക് ഈ സിനിമയുടെ ടൈറ്റിൽ അറിയില്ലെങ്കിലും കാർത്തിക് സുബരാജിന്റെ സിനിമയാണ് വെച്ച് നമ്മൾ പറയുന്നത് ആ കാർത്തിക് സുബരാജ് പടം. അത്ര ഇഷ്ടമാണ് ആൾക്കാർക്ക്. ഇപ്പൊ 2025 ദ ഇയർ ഓഫ് കംബാക്സ് എന്നാണ് എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മുടെ ചിയാൻ വിക്രം തിരിച്ചു വന്നു, ലാലേട്ടൻ തിരിച്ചു വന്നു, നമ്മുടെ സൂര്യ തിരിച്ചു വന്നു ചോദിച്ചാൽ വന്നു എന്നും പറയാം, വന്നില്ല എന്നും പറയാം. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. സോ ഈ സിനിമയിൽ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫാക്ടർ സൂര്യയാണ്. ഒരു മുങ്ങിക്കൊണ്ട് ഇരിക്കുന്ന ഒരു കപ്പലിനെ കംപ്ലീറ്റ്ലി ഷോൾഡർ ചെയ്തിരിക്കുന്ന ആൾ തന്നെയാണ്. ആൻഡ് ആളെ പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി മോസ്റ്റ് സ്റ്റൈലിഷ് വേർഷൻ ഓഫ് സൂര്യ എന്ന് വേണമെങ്കിൽ പറയാം. ഈ അടുത്ത കാലത്ത് ആളുടെ സിനിമകൾ കണ്ടതിൽ ഏറ്റവും കിടിലനായിട്ടാണ് ആളെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അങ്ങേരെ ഒരു സ്വാഗ്, അങ്ങേരെ ഒരു സ്റ്റൈൽ, അങ്ങേരെ ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ കിടിലൻ തന്നെയായിരുന്നു. പല സ്ഥലങ്ങളിലും ഒരു BGM ഒക്കെ വരുമ്പോൾ നന്നായിട്ട് തന്നെ സിനിമയെ എലവേറ്റ് ചെയ്യാൻ അതിന് പറ്റിയിട്ടുണ്ട്. സോ ഈ സിനിമ അങ്ങനെയാണ്. അതായത് സൂര്യ കാണിക്കുമ്പോൾ ആ സനയുടെ ഒരു മ്യൂസിക് ഒക്കെ കൂടിയിട്ട് നന്നായി എലവേറ്റ് ആവും, പിന്നെ താഴത്തോട്ട് പോകും, പിന്നെ വീണ്ടും സൂര്യ കാണിക്കുമ്പോൾ എലവേറ്റ് ആവും, താഴത്തോട്ട് പോകും. ശരിക്കും AC-യുടെ ഒരു വേവ് തന്നെയാണ് ഈ സിനിമ കംപ്ലീറ്റ്ലി ത്രൂ ഔട്ട്. ഈ സിനിമ അങ്ങനെയാണ്. ഈ താഴത്തോട്ട് പോണ സമയത്ത് സൂര്യയാണ് ഈ സിനിമ വന്നിട്ട് ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യുന്നത്. സോ എനിക്ക് സൂര്യ ഭയങ്കര ഇഷ്ടമായി. അതാണ് സൂര്യ കിടിലനാണ്. പക്ഷെ പടം അത്യാവശ്യം ആവറേജ് എന്നൊക്കെ പറയാനുള്ള ഒരു പടം തന്നെയുള്ളൂ. ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ ഒരു 15 മിനിറ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലൊരു ഫീൽ തരുന്ന ഒരു പോർഷൻ ആയിരുന്നു. ലവ്, ലോഫ്റ്റർ, വാർ അങ്ങനെ 3 ഭാഗമായിട്ടാണ് ഈ സിനിമ കാണിക്കുക. അതിൽ ലവിൽ തുടങ്ങി ലോഫ്റ്റർ പകുതി വരെ ചത്ത ഒരു തിയേറ്റർ പോലെ തോന്നിയത്. ആദ്യമൊക്കെ ഒരു ഫാൻ ഷോ പോലെ ആയിരുന്നു. സൂര്യയുടെ ടൈറ്റിൽ കാർഡൊക്കെ കിടിലനായിരുന്നു. ആ സമയത്തൊക്കെ ആർപ്പ് വിളിയായിരുന്നു. പിന്നെ വൺസ് ഈ ലവ് തുടങ്ങി, അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഈ പൂജ ഹെഗ്ഡെ സൂര്യ റൊമാൻസ്, സൂര്യയുടെ പെർഫോമൻസ് മോശമായി എന്നല്ല, സീറോ ഇമോഷണൽ കണക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ സൂര്യയുടെ വാരണമായാലും കുറെ റൊമാൻസ് സിനിമകൾ നമ്മൾ കണ്ടിട്ടില്ല. ആ സിനിമയിലൊക്കെ കിട്ടുന്ന ഒരു ഇമോഷണൽ കണക്ഷൻ ഈ പടത്തിൽ ഇല്ല ബേസിക്കലി. ആൻഡ് പൂജ ഹെഗ്ഡെ ഷീ ലുക്സ് ഡാം ബ്യൂട്ടിഫുൾ. പക്ഷെ ഒരു ഡോള്, ജീവനില്ലാത്തൊരു ബൊമ്മയെ പോലെ തന്നെയായിരുന്നു ആള്. ഈ സിനിമയിൽ ആൾക്ക് വലുതായിട്ട് പെർഫോം ചെയ്യാനൊന്നുമില്ല. ആളെന്നെ ഡബ് ചെയ്തിട്ടുണ്ട്, അതൊരു വലിയ കാര്യമായിട്ട് തോന്നി. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൽ ജോജുവിന്റെ പെർഫോമൻസ്. ജോജു കിടിലനായിരുന്നു. ഈ സിനിമയിൽ വേറൊരു വില്ലൻ ഉണ്ട്, പക്ഷെ സൂര്യയോടൊപ്പം കട്ടക്ക് പിടിച്ചു നിന്നത് ജോജു തന്നെയാണ്. ജോജുവിന്റെ ഒരു സ്ലാങ്ങും ചില സമയത്തുള്ള ആളുടെ ചില എക്സ്പ്രഷൻസ് ഒക്കെ പെട്ടായിരുന്നു. സ്വാസിക ആദ്യത്തെ ഒരു 5-10 മിനിറ്റിൽ വരുന്നുണ്ട്. സ്വാസിക നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഓവറാക്കിയിട്ടുമില്ല, എന്നാൽ കൊളാക്കിയിട്ടില്ല. വൃത്തിക്ക് തന്നെ ആള് പെർഫോം ചെയ്തിട്ട് പോയിട്ടുണ്ട്. ഈ സിനിമയുടെ ലെങ്ത് ആണ് എനിക്ക് ഈ ഏറ്റവും ഒരു പ്രശ്നമായി തോന്നുന്നത്. 2 മണിക്കൂർ 48 മിനിറ്റ് ഉണ്ട്. ഈ കാണിച്ച സീൻസ് തന്നെ വീണ്ടും വീണ്ടും കാണിച്ച് സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ ഈ ജിഗർ തണ്ട XX അതിന്റെ ഒരു അതേ പോലെ തോന്നുന്നു. അതിന്റെ വേറൊരു വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതൊക്കെ കാണുമ്പോൾ ചിലവർക്ക് അത് വർക്കാം. ഇങ്ങനല്ലേ എല്ലാ സിനിമയും എല്ലാവരും കപ്പ് ഓഫ് ടീ ഇല്ല. ചിലവർക്ക് അത് നല്ലൊരു രീതിയായി തോന്നും. ഇപ്പൊ ജിഗർ തണ്ട XXന്റെ ക്ലൈമാക്സ് പോർഷൻസ് എനിക്ക് പേഴ്സണലി വർക്കായിട്ടില്ല. അത് വർക്കായിട്ടുള്ള ആൾക്കാരുണ്ടാവും. പേട്ടയാണ് എനിക്ക് തോന്നുന്നു കാർത്തിക് സുബരാജിന്റെ ഒരു പീക്ക് ലെവൽ തിയേറ്റർ എക്സ്പീരിയൻസ് തന്ന പടം. അത് കഴിഞ്ഞിട്ട് മഹാൻ തിയേറ്ററിൽ ഇറക്കാതെ മഹാഭാവി പ്രൊഡ്യൂസർ കൊണ്ടുപോയിട്ട് അത് OTTക്കും കൊടുത്ത് കോബ്ര കൊണ്ടുപോയിട്ട് തിയേറ്ററിൽ ഇറക്കി. ഇല്ലെങ്കിൽ അത് വേറൊരു ലെവൽ എക്സ്പീരിയൻസ് ആയെന്നെ. അതിന്റെ അടുത്തൊന്നും ഈ പടം വന്നതായിട്ട് പേഴ്സണലി എനിക്ക് തോന്നിയില്ല. സൂര്യ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ആളുടെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ഒക്കെ നമുക്ക് എടുത്തു പറയാം. ഇതിൽ കൂടുതൽ ഒരു കലിപ്പൻ ലുക്കാണ് ആൾക്ക് ഏത് നേരം ദേഷ്യം ചിരി വരാത്തൊരു ക്യാരക്ടർ. അതിൽ ആന്റമാനിൽ പോയ ശേഷം ചില ഫൈറ്റ് സീൻസ് ഉണ്ട്, പെട്ട ഫൈറ്റ് സീൻസ് ആണ്. റാദർ ദാൻ ദാറ്റ് കൂടുതൽ എടുത്തു പറയാനൊന്നും ഈ സിനിമയിൽ എനിക്ക് തോന്നിയില്ല. യെസ്, നമ്മുടെ ജയറാമേട്ടൻ ഉണ്ട് ഈ സിനിമയിൽ, യൂഷ്വൽ തന്നെയാണ്. പക്ഷെ അങ്ങേര് വന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ കോമാളിത്തരാണെങ്കിലും തിയേറ്റർ ഒന്ന് ഓൺ ആയത്. അത്ര നേരം നമ്മളില്ല, ലോഫ്റ്ററിന്റെ പകുതി വരെ തിയേറ്റർ ചത്തിരിക്കുകയായിരുന്നു. പിന്നെ ടുവേർഡ്സ് എൻഡ് ഇങ്ങേരുടെ കുറച്ച് കോമഡിയും അതേപോലെ തന്നെ 1-2 പൂജ ഹെഗ്ഡെ ആയിട്ടുള്ള ഡയലോഗ്സ് ഒക്കെ പെട്ടായിരുന്നു കേട്ടോ. എന്നാൽ കോമാളിത്തരങ്ങളൊക്കെ അങ്ങനെ തന്നെയുണ്ട്. സോ എനിക്ക് ബേസിക്കലി ഒരു 1 ടൈം വാച്ചബിൾ പടം ഞാൻ ഇതിലും പ്രതീക്ഷിച്ചു. ഇത് ഇവര് പറയുന്നത് ലവിന്റെ ഇടയ്ക്കുള്ള ഒരു ഗാങ്സ്റ്റർ പടം അല്ലെങ്കിൽ ഒരു ആക്ഷൻ പടം എന്നാണ് പറഞ്ഞത്. 10-20 ആക്ഷൻ സീൻസ് ഉണ്ട്. അതിന്റെ ഇടയിൽ ഈ സോങ് പ്ലേസ്മെന്റ് ഭയങ്കര വെറുപ്പിക്കലാണ്. കനിമ ആ പാട്ട് കഴിഞ്ഞത് അടുത്ത പാട്ട് വന്നു. സോ എനിക്ക് പേഴ്സണലി കംപ്ലീറ്റ്ലി നോട്ട് മൈ കപ്പ് ഓഫ് ടീ ആയിട്ടാണ് തോന്നിയത്. എസ്പെഷ്യലി ആ സെക്കൻഡ് പാർട്ടിലെ ക്ലൈമാക്സ് ഭാഗമൊക്കെ. ഇതൊരു വില്ലൻ ഉണ്ട്, അതൊരു അതിലേറെ വലിയൊരു അലവലാതി ക്യാരക്ടർ ആയിട്ടാണ് തോന്നിയത്. അത്ര പീക്കായിട്ടുള്ള വില്ലൻ ഒന്നല്ല. ഒരു സിനിമ അതിന്റെ പീക്ക് ലെവൽ എത്തുന്നപ്പോഴാണ് ഹീറോന്റെ അത്ര സ്ട്രോങ് ആയിരിക്കണം വില്ലൻ. ഇതിൽ സൂര്യ അൺടച്ചബിൾ ആണ്. അതായത് ഒരു സൂപ്പർ ഹീറോ ഒക്കെ പോലെയാണ്, ആരെ അടിക്കാൻ പറ്റില്ല സൂര്യ. ആ സൂര്യയെ വന്നിട്ട് ഒരു ചാണപ്പള്ളി ചെറുക്കൻ
ആൾക്ക് കൊടുത്ത ക്യാരക്ടർ ആള് നന്നായി ചെയ്യുന്നത്. പക്ഷെ ആ ഒരു സൂര്യയുടെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു വില്ലൻ ആണോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി അല്ലാന്നേ പറയാൻ പറ്റുള്ളൂ. പൂജ ഹെഗ്ഡെ ഭയങ്കര ഒരു മിസ്കാസ്റ്റ് ആയിട്ട് ബേസിക്കലി എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നിയത്. സോ സമയമുണ്ടെങ്കിൽ കണ്ടു നോക്കുക. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ചിലപ്പോൾ ചിലവർക്ക് കിട്ടുമായിരിക്കും. എനിക്ക് ചില പോർഷൻസ് ഒക്കെ അത്യാവശ്യം നന്നായി വർക്കായി, പക്ഷെ ചില പോർഷൻസ് ഒന്നും എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ഈ കാർത്തിക് സുബരാജ് സൂര്യയെ പ്രസന്റ് ചെയ്ത് കണ്ടപ്പോഴാണ് പേഴ്സണലി എനിക്ക് വിജയ് കാർത്തിക് സുബരാജിന്റെ ഒരു പടത്തിനോട് യെസ് പറഞ്ഞിട്ടുണ്ടായിരുന്നേൽ എന്ന് തോന്നിയത്. കാരണം ഇങ്ങനെ ഈ ജനനായകൻ, ബീസ്റ്റ്, അതുപോലെ വാരിസിനൊക്കെ ഡേറ്റ് കൊടുത്ത പോലെ കാർത്തിക് സുബരാജിനെ ബ്ലൈൻഡ് ആയിട്ട് ട്രസ്റ്റ് ചെയ്തിട്ട് ഒരു ഡേറ്റ് കൊടുക്കായിരുന്നു. കിഡിലൻ വേർഷൻ ആയിട്ട് ആളെ പ്രസന്റ് ചെയ്യുമെങ്കിലും ചെയ്യായിരുന്നു. സോ ട്രൈ